മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ? മത്സ്യകൂർമ്മവരാഹശ്ച നരസിംഹോദവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കീതി ദശ. അങ്ങനെ 10 അവതാരങ്ങൾ. അതിൽ നമ്മൾ 8 ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി 9ാമത്തെ കൃഷ്ണാവതാരവും അടുത്ത് കൽക്കിയ നമുക്കറിയില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും കൃഷ്ണാവതാരം മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമാണെന്നാണ് പറയുക. ആ അവതാരം വിസ്തരിച്ചാണ് ഭാഗവതത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലും പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണാവതാരം ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചാണ് അടുത്ത ദശകത്തിൽ 37ാം ദശകത്തിൽ നമ്മൾ വിവരിക്കുന്നത്. 1ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: സാന്ദ്രാനന്ദതനോഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭികർമ്മശേഷവശതോ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവഗതൈഹി. അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പറയുന്നത്. അതായത് ദേവാസുര യുദ്ധങ്ങൾ പലതുണ്ടായി. അവയിൽ ഭഗവാൻ നേരിട്ട് തന്നെ ഇടപെട്ട യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ദേവന്മാരെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ ഭഗവാനാൽ വധിക്കപ്പെട്ട അസുരന്മാരിൽ പലരും ഭഗവാനിൽ തന്നെ ലയിച്ചു, അതായത് മോക്ഷം പ്രാപിച്ചു. എന്നാൽ പ്രാരബ്ധ കർമ്മം അവസാനിച്ചിട്ടില്ലാത്ത ചില ദൈത്യന്മാർ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചു. കംസൻ, ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാർ ആസുരഭാവമുള്ളവരായിരുന്നു. അവർ അസുരന്മാരായിരുന്നു. ആസുര ശക്തികളും അവർക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള രാജാക്കന്മാർ ഭൂമിയിൽ നിറഞ്ഞപ്പോൾ അവരുടെ പാപഭാരം കൊണ്ട് ഭൂമി പീഡിതയായി തീർന്നു. ഭൂമിദേവി തൻ്റെ സങ്കടം അറിയിക്കാനായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഭൂമിദേവി അവിടെ ചെല്ലുമ്പോൾ ദേവന്മാരൊക്കെ അവിടെയുണ്ട്. അവരും ഇതേ ആവശ്യത്തിനായിട്ടാണ് ബ്രഹ്മാവിനെ കാണാൻ ചെന്നിരിക്കുന്നത് അല്ലേ? ഈ അസുരന്മാര് വലുതായി വരുമ്പോൾ ദേവന്മാർക്കത് പ്രയാസമാണ്. അപ്പം അവരാണെങ്കിൽ പാവങ്ങളെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. അവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയാനായിട്ട് നിൽക്കുകയാണ്. സാന്ദ്രാനന്ദതനോഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭി കർമ്മശേഷവശതോ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈഹി. 37ാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകം. ഹാ ഹാ ദുർജനഭൂരിഭാരമതിതം പാതോനിധൗ പാതുകാമേതാം പാലയ അന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രലാപ വിവശാം ആലോക്യ ദാദാമഹിം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ.
അസുരന്മാർ ഭൂമിയിൽ രാജാക്കന്മാരായും ഭരണാധികാരികളായും ജനിച്ചപ്പോൾ എന്താണ്ടായത്? ധർമ്മം ഇല്ലാതായി. കാര്യം അവരുടെ രാജ്യമൊക്കെ ഭരിക്കുന്നുണ്ട്, പക്ഷെ ധർമ്മിഷ്ഠന്മാരൊന്നുമല്ല. അധർമ്മം വർദ്ധിച്ച് വരികയാണ് ആ സമയത്ത്. അങ്ങനെ അധർമ്മം വർദ്ധിച്ചപ്പോൾ പാപഭാരം താങ്ങാൻ വയ്യാതെ ഭൂമിദേവിയും ബ്രഹ്മാവിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഭൂമിദേവി പറയുകയാണ്, ഇതേ പരാതിയുമായി ദേവന്മാരും സത്യലോകത്ത് എത്തിയിട്ടുണ്ട്. ഭൂമിദേവി തന്റെ പരാതികൾ എണ്ണിപ്പെറുക്കാൻ തുടങ്ങി. ദുഷ്ടന്മാരുടെ ഭാരത്താൽ ഞാൻ മതിക്കപ്പെടുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ കാരണജലത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ താഴ്ന്ന് നശിച്ചു പോകും ഈ ഭൂമി. എന്റെ പരിതാപകരമായ അവസ്ഥ ഈ ദേവന്മാർക്കും അറിയാവുന്നതാണല്ലോ. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എൻ്റെ അവസ്ഥ. ഇങ്ങനെ പലതും പറഞ്ഞ് വിവശയായ ഭൂമിദേവിയെ കണ്ട് ബ്രഹ്മാവ് ചുറ്റുമുള്ള ദേവന്മാരെ നോക്കി. ബ്രഹ്മാവിന് കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി. ഭൂമിയെ രക്ഷിക്കാൻ ബ്രഹ്മാവിന് കഴിയില്ല. അദ്ദേഹം വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു. വിഷമാവസ്ഥകൾ പൗരുഷം കൊണ്ട് മാത്രം തരണം ചെയ്യാനാവില്ലല്ലോ. എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്ന ഭഗവാനെ ധ്യാനിക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ് ഇവിടെ കവി. ഹാ ദുർജനഭൂരിഭാര മധിതം പാഥോനിധൗ പാതുകാമേദം പാലയ കന്ദമേ വിവശദം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോക്യ ദാദാമഹിം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോദത്യൗ പവന്തം ഹരേ. 37-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ഊചേജാംബുജഭൂരമൂനൈ സുരാസത്യം ദരിദ്ര്യാ ഭജോ നന്വസ്യ ഭവതാം ച രക്ഷണവിദോ ദക്ഷോ ഹി ലക്ഷ്മീ പതിഃ സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതി യയു സാഗം തവാഗേതനം. ബ്രഹ്മാവ് എന്നത്തെയും പോലെ ധ്യാനിക്കാനിരുന്നു. മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. ധ്യാനത്തിൽ നിന്നുണർന്ന ബ്രഹ്മാവ് ദേവന്മാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു. ഈ ഭൂമിദേവി പറഞ്ഞത് എല്ലാം സത്യം തന്നെയാണ്. ദുഷ്ടന്മാരുടെ ഭാരം നശിപ്പിക്കുന്നില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതായി തീരും. ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവ് മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീ പരമേശ്വരന്റെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാലാഴിയിലേക്ക് പോയി ഭഗവാനെ കാണാം, സ്തുതിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് പാലാഴിയിലേക്ക് പുറപ്പെട്ടു. ഊചേജാംബുജഭൂരമൂനൈ സുരാസത്യം ദരിദ്ര്യാ ഭജോ ധന്വസ്യ ഭവതാം ച രക്ഷണവിദോ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ ശർവപുരസ്സരാ വയമിദോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതി യയു സാഗം തവാഗേതനം.
37-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. തേ മുക്താനിലശാല ദുഗ്ധജലധേ സ്ഥിരം ഗദാ സംഗദാ യാവത്ത്വത്പദ ചിന്തനൈക മനസ താവത് സപാതോ ജഗൂഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നു ജീവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാഗമ്യതാം. നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ ഏക മനസ്സായുള്ള അവർ ഒന്നിച്ചു ചേർന്ന്, അതായത് പരമേശ്വരനും ബ്രഹ്മാവും ദേവന്മാരും ഭൂമിയും എല്ലാം ചേർന്ന് മോഹിപ്പിക്കുന്ന ഇളം കാറ്റുള്ള പാലാഴിയുടെ തീരത്തെത്തിയപ്പോൾ താമര സംഭവനായ ബ്രഹ്മാവിന് അങ്ങയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ കേൾക്കുമാറായി. എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, പരമാത്മാവായ വിഷ്ണു ഭഗവാൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഭഗവാന്റെ ആ ഭാഷണം ബ്രഹ്മാവിന് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എന്നോട് സ്വയം ഭഗവാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. തേ മുഗ്ധാനിലശാലി ദുഗ്ധ ജലതേ സ്ഥിരം ഗദാ സംഗദാ യാവത്ത്വത്പദ ചിന്തനൈക മനസസ്താവത് സപാതോ ജഗൂഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നു ജീവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാഗമ്യതാം. മുപ്പത്തിയേഴാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പാരായണം ചെയ്യുന്നത്. അതായത് ബ്രഹ്മാവ് മഹാവിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ദേവന്മാരെ അറിയിക്കുകയാണ്. എന്താണ് ഭഗവാൻ പറഞ്ഞത്? ജാനേ ദീനദശാമഹം ദിവിശതാം ഭൂമേശ്ച ഭീമേർ നൃപൈഃ തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാതോ ജഭൂരുജീവാൻ. അന്തര്യാമിയായ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് പറഞ്ഞ വാക്യങ്ങളാണ് അദ്ദേഹം ദേവന്മാരെ അറിയിക്കുകയാണ്. ദുഷ്ടരായ രാജാക്കന്മാരുടെ ക്രൂരത കൊണ്ട് ദേവന്മാർക്കുണ്ടായ കഷ്ടം, അതായത് ഈ അസുരന്മാര് വൈദിക കർമ്മങ്ങളൊന്നും, ദേവന്മാർക്ക് വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം അത് അവർക്ക് വലിയ ക്ഷീണമാണ്, വിഷമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ദീനദശ, ഇവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം താൻ അറിയുന്നുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് ഞാൻ തന്നെ ഉടനെ സമഗ്ര ശക്തിയോടുകൂടി യാദവ് കുലത്തിൽ ജനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭഗവാൻ ഇതാണ് നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. അത് മാത്രമല്ല, തന്നെ സേവിക്കാനായി ദേവന്മാരും അതുപോലെ ദേവസ്ത്രീകളും തങ്ങളുടെ അംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ വിഷ്ണുകുലത്തിൽ അവതരിക്കണം, ജനിക്കണം.
അവതരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പൂർണ്ണ രൂപത്തോടെയാണ് ഭഗവാൻ കൃഷ്ണനായി അവതരിക്കുന്നത്. ശ്രീകൃഷ്ണനായി ഉള്ള ഈ അവതാരം, അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. മറ്റ് അവതാരങ്ങളെല്ലാം തന്നെ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. എന്നാൽ ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. സമഗ്ര ശക്തിയോടുകൂടിയാണ് ഭഗവാൻ കൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കുന്നത്. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർനൃപൈർ തച്ഛേപായ ഭവാമി യാദവകുലേ സോകം സമഗ്രാത്മനാ ദേവാം വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി തുദീയവചനം പാദോ ജഭൂരുജിമാൻ. 37-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവ്യാപിത സ്വാന്തേഷ്വേശ ഗതേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാസ ശൂരാത്മജ. അല്ലയോ ഗുരുവായൂരപ്പ, കാതുകൾക്ക് രസായനം എന്ന് പറയുമ്പോൾ ഔഷധം, നിന്തിരുവടിയുടെ വാക്ക് കേട്ടിട്ട് ആശ്വസിതമായ മനസ്സോടു കൂടിയവരും അവിടുത്തെ കാരുണ്യമാകുന്ന അമൃതം കൊണ്ട് തൃപ്തിയടഞ്ഞ ആത്മാവോടു കൂടിയവരും ആയി അവരെല്ലാവരും പോയി. അപ്പോൾ ഈ മഹേശ്വരനെ മുൻനിർത്തി പോയ ദേവഗണങ്ങളും ഭൂമിയും ഒക്കെ തന്നെ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട്, അതായത് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞ വളരെ സന്തോഷകരമായ ആശ്വാസകരമായ വാക്കുകൾ കേട്ടിട്ട് അവരെല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഭഗവാൻ പറഞ്ഞത് പ്രകാരം എന്താണ് ഭഗവാൻ പറഞ്ഞത്? പറഞ്ഞല്ലോ ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ പ്രവർത്തികൾ ഉടൻ തന്നെ തുടങ്ങുകയാണ്. യാദവ വംശത്തിലെ രാജാവായ ശൂരന്റെ മകനായ വസുദേവൻ ദേവകന്റെ പുത്രിയായ ദേവകിയെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ മധുരയിൽ വെച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ വസുദേവരും ദേവകിയുമായിട്ടുള്ള വിവാഹം പെട്ടെന്ന് തന്നെ നടന്നു എന്നാണ് നമ്മളിതിൽ പറയുന്നത്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവ്യാപിത സ്വാന്തേഷീശ ഗതേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാസ ശൂരാത്മജ. ഇന്ന് 37-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയന്
ഏതോ സൂതദയാഗത പഥി രഥേ വ്യോമോത്തയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതി ദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാത് സതു ഹന്തുമന്തികഗതാം തന്മീം കൃപാണീമധാത്. കംസന്റെ സഹോദരിയാണ് ദേവകി. ദുഷ്ടനാണെങ്കിലും കംസന് സഹോദരിയോട് വളരെ സ്നേഹവും ആദരവും ഒക്കെയാണുള്ളത്. അപ്പോൾ വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം കഴിഞ്ഞ് അവർ വരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞുള്ള ആ ഘോഷയാത്രയിൽ താൻ തന്നെ സാരഥിയായി കംസൻ തേര് തെളിച്ചു. ആങ്ങള അല്ലേ, സഹോദരി സ്നേഹം. അവർ പോകുമ്പോൾ അവരുടെ തേര് തെളിച്ചത് കംസനാണ്. പക്ഷേ അതൊരു ഉപദ്രവമായി. വഴിമധ്യേ ഒരു ആകാശവാണി കേട്ടു. അത് നിന്തിരുവടിയുടെ തന്നെ വാക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്താണ് ആ ശരീരി? ഇവളുടെ 8ാമത്തെ പുത്രൻ അതിദുഷ്ടനായ നിന്നെ കൊല്ലും. കംസനോട് പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഈ നിന്റെ സഹോദരിയായ ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നായിരുന്നു ആ വാക്യം. ഇത് കേട്ട കംസൻ ഭയം കൊണ്ട് വിറച്ചു. എന്തായാലും മരണത്തെ പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കോപം കൊണ്ട് മതിമറന്ന കംസൻ സഹോദരിയെ കൊല്ലാനായി വാളെടുത്തു. സഹോദരബന്ധം അത്രയേ ഉള്ളൂ അല്ലേ? തനിക്ക് ലാഭമില്ലാത്തത് അല്ലെങ്കിൽ തനിക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതുമ്പോൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാകും. അതൊരു ലോകനീതിയാണ്. ആങ്ങളും പെങ്ങളും തമ്മിലുള്ള അതിസ്നേഹമാണുള്ളത് എങ്കിലും ഇവളുടെ മകൻ തന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതെന്തായാലും സഹോദരിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ മകനുണ്ടാവില്ലല്ലോ എന്നായിരിക്കാം കംസൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സഹോദരിയെ കൊല്ലാനായിട്ട് വാളെടുത്തു. ഉദ്വാകാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയന്നേതൗ സൂതദയാഗത പതിരഥേ വ്യോമോത്തയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതി ദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസാദ് സതു ഹന്തുമന്തികഗതാം തന്മീം കൃപാണീമധാത്. 37ാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകം. ഗൃഹാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണ ഗിരാ പ്രീതോദയാദോ ഗൃഹാൻ ആദ്യം ത്വൽസഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരേ കഥാ. ദേഷ്യം നിന്നിട്ടില്ല കംസന്. ദേവിയുടെ തലമുടിക്ക് പിടിച്ച് കഴുത്തു വെട്ടാൻ വാളോങ്ങിയ കംസനെ ഭർത്താവായ വസുദേവൻ തടഞ്ഞു. പലതരത്തിലുള്ള സാന്ത്വന വാക്കുകളും പറഞ്ഞ് നോക്കിയെങ്കിലും കംസൻ ശാന്തനായില്ല. അവസാനം വസുദേവർ പറഞ്ഞു, ദേവകി പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും കംസന്റെ മുമ്പിൽ സമർപ്പിക്കാം. അങ്ങനെ വാക്കുകൊടുത്തു. അപ്പോൾ കംസനൊന്ന് തണുത്തു.
സന്തോഷിച്ചവനായി വീട്ടിലേക്ക് തിരിച്ചുപോയി. ദേവകിക്ക് അങ്ങനെ ആദ്യത്തെ പ്രസവം ആയി, ആദ്യത്തെ കുട്ടി ജനിച്ചു. പറഞ്ഞ പ്രകാരം കുഞ്ഞിനെ വസുദേവൻ കംസന്റെ അടുത്ത് കൊണ്ടുവന്ന് കംസന് സമർപ്പിച്ചു. സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടും ഈ കുഞ്ഞ് തൻ്റെ ശത്രുവല്ല എന്ന വിചാരം കൊണ്ടും കംസൻ ശിശുവിനെ വധിച്ചില്ല. അതായത് ഇപ്പോൾ 8ാമത്തെ കുട്ടിയാണല്ലോ തന്നെ കൊല്ലുന്നത്, അപ്പോൾ 1ാമത്തെ കുട്ടി തനിക്ക് ഒരു ശത്രുവല്ല എന്ന് കരുതി അദ്ദേഹം ആ 1ാമത്തെ ആദ്യമായിട്ടുണ്ടായ കുട്ടിയെ കൊന്നില്ല. ഒരു കരുണ ഉണ്ടായി. അപ്പോൾ ദുഷ്ടന്മാർക്കും ചെറിയൊരു കരുണയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും, അല്ലേ? ഗൃഹാനശ്ചിഗുരേഷു താം കലമതി ശൗരേശ്ചിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണ ഗിരാ പ്രീതോധ യാതോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തദാർപ്പിതമവി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമവി ദേവപുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരേ ഗതാ. 37ാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകം. താവത് ത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്നസുരാ സുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവി സഹരിർ ഭവദ്വധകൃതേ ഭാവീസുര പ്രാർത്ഥനാത് ഇത്യാഗമ്യ യദൂനദൂനദസൗ ശൗരേശ്ച സൂനു നഹന്ന. വാസ്തവത്തിൽ എല്ലാം ഭഗവാന്റെ ഒരു ലീല എന്നേ പറയുള്ളൂ. അതായത് ഭഗവാൻ അറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല. ഈ അശരീരി ഉണ്ടായതും ദേവയ്ക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഈ 6 കുഞ്ഞുങ്ങളെയും വധിക്കണം എന്നാണ് ഈശ്വരകൽപ്പന. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലാതായപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാൻ വീണ്ടും ഒരു കളി കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മായ, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെ എന്താണ്ടായത്, നാരദ മഹർഷി നമ്മൾ പറയാം അവനൊരു നാരദനാണെന്ന് പറയില്ലേ, എങ്കിലും ഒക്കെ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് നാരദ മുനിയുടെ ഒരു പ്രത്യേകത. അങ്ങനെ നാരദ മഹർഷി ഒരു ദിവസം കംസനെ കാണാൻ വന്നു. അയാളുടെ ഉള്ളിലുള്ള സഹോദര സ്നേഹം അതുപോലെ ജീവകാരുണ്യം ഒക്കെ ഇല്ലാതാക്കാനായിരുന്നു നാരദൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഹേ പ്രഭു, നിങ്ങൾ അസുരനാണ് അല്ലേ? അസുരന്മാരാണല്ലോ. യാദവന്മാരാണെങ്കിൽ ദേവന്മാരുമാണ്, അത് നിങ്ങൾക്കറിയാം. മായാവിയായ ആ ഹരി ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് ജനിക്കാൻ പോകുന്നു. എന്തിനാ? നിങ്ങളെ കൊല്ലാനായിട്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, നാരദൻ പറഞ്ഞു. അതായത് ഇപ്പോൾ 8ാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞ് വരാം. കാരണം ദേവന്മാരുടെ കാര്യമാണ്, അതിന് അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത്, നിന്നെ കൊല്ലാനായിട്ട്. അപ്പോൾ 1ാമത്തെ കുഞ്ഞിനെ കൊല്ലാതെ വിടുമൊന്നും വേണ്ട എന്ന് അങ്ങനെ ഏഷണി കൂട്ടി. ഇത് കേട്ട കംസൻ യാദവന്മാരെ പീഡിപ്പിക്കുകയും വസുദേവന് ജനിച്ച പുത്രന്മാരെ ഒക്കെ കൊല്ലുകയും ചെയ്തു.
അങ്ങനെ ശിശുവധം എന്ന ഒരു മഹാപാപം കൂടി കംസന്റെ തലയിൽ വന്നു ചേർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. മിണ്ടാതിരിക്കുകയായിരുന്നു 8ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെ. പക്ഷേ ദൈവം അതിനെ സമ്മതിച്ചില്ല. നാരദൻ്റെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് പിന്നെ ഉണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും ആദ്യത്തെ കുഞ്ഞിനെയും ഒക്കെ കംസൻ വധിച്ചു. താവത്വന്മനസൈവ നാരദമുനി ഭോജേശ്വരം യൂയം നന്നസുരാസുരാശ്ചയതവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർ ഭവത്പദകൃതേ ഭാവീസുര പ്രാർത്ഥനാത് ഇത്യാകർണ്യ യദൂനദൂതുനദസൗ ശൗരേശ്ച സൂനൂനകൻ. 37ാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത് സുഖൈകാത്മജ ആത്മകഃ ദേവക്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാന സുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിം പരാം ദേഹി മേ. അങ്ങനെ നാരദന്റെ ഉപദേശപ്രകാരം മനം മാറിയ കംസൻ ദേവയ്ക്ക് ജനിച്ച 6 മക്കളെയും നിഷ്ഠുരമായിട്ട് വധിച്ചു. 7ാമത്തെ ഗർഭത്തിൽ സർപ്പപതിയായ ആദിശേഷനാണ് അവതരിച്ചത്. ഈശ്വരേച്ഛ നിമിത്തം മായാദേവി ആ ശിശുവിനെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. പിന്നീട് സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാൻ ലോകാനുഗ്രഹത്തിനായി 8ാമനായി ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഈ സമയത്ത് തന്നെ ദേവന്മാർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഹേ കൃഷ്ണ, കൃഷ്ണരൂപിയായ ഗുരുവായൂരപ്പ, എൻ്റെ ലോകസമൂഹത്തെ ഇല്ലാതാക്കി ഉത്കൃഷ്ടമായ ഭക്തിയെ എനിക്ക് നൽകണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. മേൽപ്പത്തൂരിനോടൊപ്പം നമുക്കും ഓരോ ദശകത്തിൻ്റെയും അവസാനം ഇത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൗകികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും നശിക്കും എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത് സുഖൈകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ.